ഒരു സെൽഫിഷ് ആയ ഒരു ഡയറക്ടറെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സിൽ നോക്കുമ്പോൾ അതിന് പശ്ചാത്തലം വെച്ചിട്ട് അത് മാറ്റി പറയുന്ന ഒരു സിറ്റുവേഷൻ വന്നത്. ഇപ്പൊ റിയൽ ലൈഫിൽ അതിന് ദൈവം പ്രത്യക്ഷപ്പെടുവാണെങ്കിൽ ചോദിക്കുന്ന ഒരു വരം കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ തീർച്ചയായും എൻ്റെ മക്കൾക്ക് വേണ്ടിയായിരിക്കും ഞാൻ ചോദിക്കുന്നത്. അവര് നല്ല സിറ്റിസൺസ് ആയിട്ട് വളരാവുന്നതാണ്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സമയത്ത് കാണുന്നുണ്ട്. കുട്ടികളൊക്കെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവർ വലുതായതിനു ശേഷം നല്ല രീതിയിൽ, അതായത് നല്ല സിറ്റിസൺസ് പറഞ്ഞാൽ മനസ്സിലായില്ല, അതായത് ഇന്ത്യയിൽ എന്താണ് റൂൾസ് അത് പാലിച്ച് വളരുന്ന, അല്ലെങ്കിൽ അത് പാലിച്ച ഒരു സിറ്റിസൺസ് ആയിരിക്കുന്നവർ, അത് പാലിച്ചോട് മുമ്പോട്ട് പോകുന്നത്. അവർക്ക് നല്ല എഡ്യൂക്കേഷൻ അവർക്ക് കിട്ടണം. അതിന് പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കണം. ഇത് ഞാൻ സെൽഫിഷായിട്ട് പറയുമല്ല. എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ മക്കളുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടല്ലോ ഈ വരം നിങ്ങളുടെ മുമ്പിൽ ദൈവം വരുമ്പോഴേ ചോദിക്കാൻ. ഞാൻ അതും കൂടി ചോദിക്കണ്ടല്ലോ, ദൈവത്തിനോട് അത്രയും നമ്മൾ കൂടുതലുണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ കാര്യം മാത്രം ചോദിക്കുന്നതാണ്. പക്ഷെ എനിക്ക് എല്ലാവരും നല്ലതാണെന്നാണ് ആഗ്രഹം. ഐ ആം വിത്ത് എവരിവൺ. എൻ്റെ പ്രയറിൽ എല്ലാവർക്കും ഹെൽത്തും വെൽത്തും ഒക്കെ കൊടുക്കണമെന്നാണ് എൻ്റെ പ്രയറിൽ ഒരു ലൈൻ. എല്ലാ ദിവസവും ഞാൻ ചൂടുകാലത്ത് 3 പ്രാവശ്യം കുടിക്കും, ഷൂട്ടിങ്ങിലല്ലെങ്കിൽ. നോർമൽ കാലാവസ്ഥയിൽ ചിലപ്പോൾ 1 പ്രാവശ്യമേ കുടിക്കുള്ളൂ. പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ അപ്പോഴും പ്രാർത്ഥിക്കും. അതൊരു ശീലമാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടൊരു ലൈൻസ് ഉണ്ട്. ഈ 10 ലൈൻ ഞാൻ എല്ലാ ദിവസവും പറയും. അതിലൊന്ന്, എല്ലാവർക്കും, അതിൻ്റെ ശത്രു ആയാൽ തന്നെ അവർക്കും ഹെൽത്തും വെൽത്തൊക്കെ ദൈവമായി കൊടുക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ ഇൻഫ്ലുവൻസിങ് ആയിട്ടൊരു കാലഘട്ടമാണ്. അതായത് ഇപ്പം പണ്ട് മൊബൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലഘട്ടത്തിൽ മൊബൈൽ എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പോലും കണ്ടിട്ട് ഇന്റർനെറ്റ് ഒന്നും ആക്റ്റീവ് അല്ലാത്തൊരു കാലത്ത് നിന്ന് നമ്മൾക്ക് വന്നത്. പക്ഷേ ഇന്നത്തെ ഒരു കാലത്ത് ഇത് കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. ഇപ്പോൾ കഴിഞ്ഞ ഇടത്ത് തന്നെ എന്നെ ഞെട്ടിച്ചൊരു വാർത്തയാണ്. 9 വയസ്സുള്ള ഒരു കുഞ്ഞ് തൂങ്ങി വെച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സിനിമയായാലും എല്ലാം പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ആക്സസ് ചെയ്ത് കൊടുക്കുകയാണ്, ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് അതിന് ക്രിയേറ്റീവ് ആർട്ടാണ്. ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ കണ്ട് ചെയ്യുക എന്നുള്ളതുണ്ടല്ലോ. പക്ഷെ ഇത് പലപ്പോഴും സൊസൈറ്റി ചെന്ന് എത്തുന്ന മെസ്സേജുകൾ റോങ് ആയിട്ടാണ്. പക്ഷെ നല്ല നല്ല സിനിമകളും ആ സമയത്ത് വരുന്നുണ്ട്, നല്ല മെസ്സേജുകൾ കൊടുക്കുന്ന സിനിമ. ഇപ്പം ഈ സിനിമ അതുപോലത്തെ ഒരു സിനിമയാണ്. അപ്പോൾ ഇത് എത്രത്തോളം നെഗറ്റീവായിട്ട് സൊസൈറ്റി ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോഴും ഏതെങ്കിലും പോയിന്റ് തോന്നിയിട്ടുണ്ടോ? അല്ല, സൊസൈറ്റി ഡെഫിനറ്റ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ നമ്മൾ രക്ഷകർത്താക്കൾ എന്നുള്ള രീതിയിൽ നമ്മുടെ കുട്ടികൾ മെച്ചൂർഡ് ആകുന്നവരെ അവരെ ഈ കാര്യങ്ങളിൽ കൂടുതൽ എക്സ്പോഷർ കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഒരു പങ്ക് നമ്മൾ വഹിക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ കളിക്കാൻ കൊടുക്കുന്നില്ല, പക്ഷെ കുട്ടികളുടെ മുമ്പിൽ നമ്മളെപ്പോഴും ഇത് കുത്തിച്ചുകൊണ്ട് തെന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ ഭാര്യ പറഞ്ഞുള്ള കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. എൻ്റെ ഭാര്യയ്ക്ക് കുറച്ചുകൂടെ ഷീ ഈസ് മച്ച് മോർ മെച്ചൂർഡ് ദാൻ മീ. പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. ഇപ്പം റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡിലെ എൻ്റെ ഭാര്യയുടെ കാര്യം നിങ്ങൾക്കറിയില്ലേ. ഞാൻ ചിന്തിക്കുന്നത് ഞാൻ നന്നാവാൻ വേണ്ടിയാണ്. പക്ഷെ എൻ്റെ ഭാര്യ ആദ്യമേ ചിന്തിച്ചിരുന്നത്, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മകൾ സംസാരിക്കണമെന്നുള്ളതാണ്. ഞാൻ ലാസ്റ്റ് ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്തിട്ട് ദൈവം എൻ്റെ മുമ്പിൽ വന്ന് ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്ത് ലാസ്റ്റ് ദൈവം എക്സാമ്പിൾസ് എൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ സെൽഫിഷ് ആയിരുന്നു എന്നുള്ളത്. എന്നിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ മോള് സംസാരിക്കണമെന്നാണ്. അപ്പോൾ അത് പറഞ്ഞ പോലെ നമ്മൾ ഈ ഗാഡ്ജറ്റ്സ് പിള്ളേരുടെ മുമ്പിൽ യൂസ് ചെയ്യാണ്ടിരിക്കുക. ആവശ്യത്തിന് മാത്രമേ. ഒരു കോൾ വരികയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. അത് മണിക്കൂറുകളോളം സംസാരിക്കല്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർ അതിൽ തന്നെ തെന്നിച്ചുകൊണ്ടിരുന്നാൽ ഡെഫിനറ്റ്ലി അവർക്കും തോന്നും അച്ഛനും അമ്മയും ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് എന്താണത് തെന്നിച്ചുകൊണ്ടിരുന്നാൽ. സോ നമ്മൾ തന്നെ അത് ശീലിച്ചു തുടങ്ങണം. സോ ഞാനിപ്പോൾ കുറച്ച് കൺട്രോളാണ്. ഇപ്പം താങ്കൾ പറഞ്ഞ ഇങ്ങനത്തെയുള്ള പല കേസസും ഞാനും വായിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം അറ്റ്ലീസ്റ്റ് വീട്ടിൽ പിള്ളേരുടെയും നമ്മളത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഇതില് ദൈവത്തിന് ഒരു പ്രത്യേക കോസ്റ്റ്യൂമാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇപ്പൊ ദൈവം നമ്മൾ വെള്ളയായിട്ടുള്ള കാണാറുണ്ടല്ലോ. അപ്പൊ ഇത് വിവാദങ്ങളെ പേടിച്ചിട്ടാണോ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്? ഞാൻ ഉത്തരവാദിയല്ല ഇതിന്. ആക്ച്വലി സംഭവിച്ചാൽ നമ്മൾ ഇതിനകത്തൊരു ദൈവത്തെ അല്ലെങ്കിൽ മതത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നില്ല. അപ്പോൾ സോ നമ്മൾ യൂണിവേഴ്സിൻ്റെ ഒരു കളർ തീം നമ്മൾ സമീറ സനീഷാണ് കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത് തന്നെ. അപ്പോൾ കുറേ കോസ്റ്റ്യൂംസ് കാണിച്ചു തന്നപ്പോൾ അതിൽ എനിക്ക് അതാണ് ഇഷ്ടപ്പെട്ട ഒരു ഡിഫറെൻറ്റ് പരിപാടി. കാരണം നമുക്ക്
വെള്ളയും വെള്ളയിട്ട് കഴിഞ്ഞ ആൾക്കാർ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയും, പല പല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പം അതാണ് ഒരു ഡിഫറെന്റ് വേർഡ് എങ്ങനെ വിളിച്ചത്. താങ്ക് യു. ബേസിക്കലി കോസ്റ്റ്യൂംസിലും മേക്കപ്പിലും ഒന്നും ഞാൻ ഇൻവോൾവ് ആകാറില്ല. നമുക്കൊരു കഥാപാത്രം തോന്നിയിട്ടുണ്ട്, അതിപ്പോൾ പ്രൊട്ടഗണിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ആന്റഗണിസ്റ്റ് ആയാലും അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് റോൾ വേറെ ഏതെങ്കിലും ക്യാരക്ടർ ആയാലും കൊമേഡിയൻ ആയാലും നമ്മളൊരു സംവിധായകൻ അല്ലെങ്കിൽ റൈറ്റർ പറയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതാണ്. ഇപ്പം സണ്ണി ഞാൻ ഫസ്റ്റ് ഡേ ഈ കോസ്റ്റ്യൂം ആയിരുന്നില്ല, മറ്റേ കളർഫുൾ കോസ്റ്റ്യൂം ആയിരുന്നില്ല. ഫസ്റ്റ് അവൻ്റെ പിങ്കും ഇതുമായിരുന്നു, മുണ്ടുമായിരുന്നു. അപ്പം നോർമൽ മനുഷ്യൻ്റെ കോസ്റ്റ്യൂമാണല്ലോ. അതിനുശേഷം പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പം താങ്കൾ ചോദിച്ചതുപോലെ ആ ചോദ്യം എൻ്റെ മനസ്സിൽ വന്നില്ല, എന്തുകൊണ്ടായിരിക്കുമെന്ന്. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഫെബി പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ മതം പറയുന്നില്ല ഇവിടെ. പക്ഷെ ഇപ്പം എൻ്റെ കഥാപാത്രം ഒരു ക്രിസ്ത്യൻ റിലിജൻ വിശ്വാസിയാണ്, അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം ഏത് മതത്തിലാണ്? ദൈവം നമ്മൾ പണ്ടുതൊട്ടേ പറഞ്ഞ് ഇപ്പം നമ്മുടെ വീട്ടുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ നമ്മുടെ റിലിജൻ അനുസരിച്ച് നമ്മൾ ഒരു ദൈവത്തിന് ഒരു രൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്. രൂപം എനിക്ക് കന്നഡയിലായിട്ട് വായിക്കാൻ പറ്റില്ല, ഇത്ര എടുത്ത് വെച്ചാൽ ഫോക്കസ് ഔട്ടാ മൊത്തം. വേറെ ഒന്നല്ല, ഗോഡിന്റെ ഫുൾ ഫോം അറിയാമോ? ഗോഡിന്റെ ഫുൾ ഫോം അറിയാമോ? ഗോഡിന്റെ ജനറേറ്റർ, ഓപ്പറേറ്റർ, ഡിസ്ട്രോയർ, അങ്ങനെയാണ് ആക്ച്വലി. ഒരു ക്രിയേറ്റർ ഓഫ് ദി യൂണിവേഴ്സ്, ആ രീതിയിലാണ് നമ്മൾ ദൈവത്തെ അത് പ്രസന്റ് ചെയ്തേക്കുന്നത്. ചേട്ടനൊരു ക്രിസ്തീയ വിശ്വാസി അല്ലെങ്കിൽ ആ ഒരു മതത്തിൽപ്പെട്ടായതുകൊണ്ട് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആളെ എപ്പോഴും ക്രിസ്തീയ അതിനകത്ത് വേറൊരു ക്യാരക്ടറും ഉണ്ട്, ഒരു ഹിന്ദു ക്യാരക്ടറും ഉണ്ട്. അപ്പൊ അതും മെയിൻ ക്യാരക്ടർ ചേട്ടനായിരുന്നു. ആളെ ദൈവം സഹായിക്കുന്നുണ്ട്. പിന്നെ അഭിഷേക് രവീന്ദ്ര ക്യാരക്ടർ, അത് ഒരു ഹിന്ദു ക്യാരക്ടറാണ്, ക്രിസ്ത്യൻ അല്ല.